Hi friends, once again welcome back to our channel YAF Talks. നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കണ്ടൻറ്റാണ്. മീൻസ് ഇപ്പോൾ നമ്മളുടെ മൊബൈലിൽ ചിലപ്പോൾ നമ്മൾ എന്ത് സൈറ്റ് എടുക്കുകയാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഇങ്ങനെ ആഡ്സ് വന്നുകൊണ്ടേയിരിക്കും. വളരെയധികം ബുദ്ധിമുട്ടാണ്. ചില ആളുകളൊക്കെ മൊബൈൽ എറിഞ്ഞ് പോകാനുള്ള ചാൻസ് വരെയുണ്ട്. അത്രക്കും ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങനെ ആഡ്സ് വരിക. നമുക്ക് ചിലപ്പോൾ മോശമായ ആഡ്സ് ഉണ്ടാകും, അല്ലാതെ പരസ്യങ്ങൾ ഒരുപാട് കമ്പനിയുടെ പരസ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ എന്തുകൊണ്ടാണ്, ഇതെങ്ങനെ നമുക്ക് ഓഫാക്കി വെക്കാം, അതായത് നമ്മളെ മൊബൈലിലേക്ക് ഈ ഒരു പരസ്യം വരുന്നത് നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് എന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നമ്മളെ ഇൻസ്റ്റാ ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ മൊബൈലിലുള്ള സെറ്റിങ്സ് ആണ് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. സോ ഇതുപോലുള്ള ആഡ്സുകൾ വരുന്നത് ചില ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ചില വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ കയറുന്ന സമയത്തൊക്കെയാണ് ഇതുപോലുള്ള ആഡ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ നമ്മളെ മൊബൈലിൽ നിന്ന് ഡിസേബിൾ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സെറ്റിങ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൽ ഒരുപാട് സ്റ്റെപ്സുകൾ പറയുന്നുണ്ട്. സോ ഈ സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇനി മുതൽ നിങ്ങളുടെ മൊബൈലിൽ ആഡ്സ് വരില്ല. സോ നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം ഗൂഗിൾ എന്ന സെക്ഷനിലോട്ട് വരിക. ഇവിടെ നിങ്ങൾക്ക് ആഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, സോ നിങ്ങൾക്ക് എത്ര ഇമെയിൽ ഐ ഡി ഉണ്ടോ ഓരോ ഇമെയിലും ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഓരോ ഇമെയിലും ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഞാനിപ്പം ഈ ഒരു ഇമെയിൽ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആഡ്സ് എന്ന് കാണാൻ സാധിക്കും. സോ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ്സ് പ്രൈവസി എന്നും റീസെറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്നും ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്നും കാണാൻ സാധിക്കും. സോ നിങ്ങളിവിടെ ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബ്ലൂ ബാനറിലായിട്ട് ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് കാണാൻ സാധിക്കും. സോ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുക. സോ ഇനി നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു പേരിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കുന്നുണ്ടെങ്കിൽ ഗെറ്റ് ന്യൂ അഡ്വർടൈസിങ് ഐ ഡി എന്ന് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൺഫേം എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ കാണിക്കുന്നവർക്ക് മാത്രമാണ് കേട്ടോ ഇതുപോലെ ചെയ്യേണ്ടത്. കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് കാണാൻ സാധിക്കും. സോ അതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കി വിടാം. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഓപ്ഷനിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൽ ക്രോം കാണാൻ സാധിക്കും, ഗൂഗിൾ ക്രോം. സോ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു 3 ഡോട്ട് വലതുവശത്ത് മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര ഇമെയിൽ ഐ ഡി ഉണ്ടോ ആ ഇമെയിൽ ഐ ഡി ഒക്കെ നിങ്ങൾ ഓരോ ഇമെയിലും ഇതുപോലെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇവിടെ സെറ്റിങ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കുറച്ച് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു കുക്കീസിൻ്റെ ഒരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും. സോ ഓരോ മൊബൈലും ഡിഫറെൻ്റ് ആയിരിക്കും ഉണ്ടാകുക. സോ എൻ്റെ മൊബൈൽ നത്തിങ് ആണ്. സോ അതിൻ്റെ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് ഈ രീതിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തേർഡ് പാർട്ടി കുക്കീസ് എന്ന് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ള ഓപ്ഷനിലാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് കാണാൻ സാധിക്കും. ഇൻകോഗ്നിറ്റോ മോഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു സെക്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുക്കണം രണ്ടാമത്തെ ഓപ്ഷനിൽ. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇൻട്രൻസീവ് ആഡ്സ് എന്ന് കാണാൻ സാധിക്കും. അതിന് മുകളിലായിട്ട് പോപ്പ് ആൻഡ് റീഡയറക്ട്സ് എന്ന് കാണാൻ സാധിക്കും. പോപ്പ് അപ്സ് ആൻഡ് റീഡയറക്ട്സ് ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ഈ ഒരു ബട്ടൺ അലോഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അലോ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡിസേബിൾ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇൻട്രാൻസീവ് ആഡ്സ് എന്ന് കാണാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പം ആഡ്സ് എന്ന് മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. ഓരോ മൊബൈലിലും ഓരോ രീതിയാണ്. ഇവിടെ നിങ്ങൾ ഇതിൽ ഇൻട്രാൻസീവ് ആഡ്സ് എന്ന് കാണാൻ സാധിക്കും. അത് നിങ്ങൾ അലോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.
ഓക്കെ, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു രീതിയിലായിട്ടും ഇനി നിങ്ങൾക്ക് ആഡ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈലിലുള്ള സെറ്റിങ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മുകളിൽ സെർച്ച് സെറ്റിങ്സ് എന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ആപ്സ് എന്നുള്ള ഓരോ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താലും മതി. അവിടെ ഞാനിവിടെ ആപ്സ് എന്ന സെറ്റിങ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ മാനേജ്ഡ് ആപ്സ് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഞാനിവിടെ സി ഓൾ ആപ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എൻ്റെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനും എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ മൊബൈലിൽ മാനേജ്ഡ് ആപ്സ് എന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൽ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഇല്ലാത്തതും നെയിം ഇല്ലാത്തതും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയും സ്റ്റെപ്പുകൾ, അതായത് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ്റെ ഐക്കണും അതുപോലെ തന്നെ നെയിമും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ കീപ്പ് ചെയ്ത് ഇതുപോലെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നിങ്ങളുടെ മൊബൈലിൽ വരുന്ന ആഡ്സൊക്കെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആപ്സിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഓരോ പെർമിഷൻസ് ചോദിക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ അലോ ചെയ്യാതെ അതൊക്കെ നിങ്ങൾ ഡിനേ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. സോ അതിൽ മെസ്സേജ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.